കൊല്ലം കിഴക്കേക്കൽട മുട്ടം വഴിയുള്ള ദേശീയപാത ബൈപ്പാസിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കൊല്ലം തേനി ദേശീയപാതയുടെ ബൈപ്പാസാണ് പടപ്പക്കര മുട്ടം കൊച്ചുപിലാമൂട് കല്ലടപ്പാടം വഴി നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ശക്തമാക്കിയത്. സേവ് മുട്ടം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കിഴക്കേക്കൽട മുട്ടത്ത് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം നടന്നു. മുട്ടം ബൈപ്പാസ് വേണ്ടേ വേണ്ട, മുട്ടം ബൈപ്പാസ് വേണ്ടേ വേണ്ട, പടപ്പക്കരയിലും വെള്ളിമണിലും ഏക്കർ കണക്കിന് വസ്തുക്കൾ ഇനാമി പേരിൽ വാങ്ങിച്ച വൻകിട കുത്തക മാഫിയയ്ക്കും കുത്തക രാഷ്ട്രീയ നേതാക്കൾക്കും സമ്പത്ത് വാരി കൂട്ടാനായി പട്ടികജാതിക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സമ്പത്തിന്റെ ശേഷിയുള്ള സമുദായത്തിന്റെ ശേഷിയുള്ള രാഷ്ട്രീയത്തിൽ ശേഷിയുള്ള പാവങ്ങളെ കുടിയിറക്കാനായി സർവേ നടത്താൻ വന്നാൽ തടയുമെന്നും ഈ മാസം 22-ന് കളക്ടറുടെ അധ്യക്ഷതയിൽ നടക്കുന്ന മീറ്റിംഗിൽ മുട്ടത്തെ പാവപ്പെട്ടവർക്ക് വിരുദ്ധമായി തീരുമാനമുണ്ടായാൽ അതിരൂക്ഷമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. കൊച്ചുപിലാമൂട്ടിൽ നടന്ന യോഗത്തിൽ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS സജികുമാർ അധ്യക്ഷത വഹിച്ചു. സമിതി കൺവീനറും വാർഡ് മെമ്പറുമായ ഷാജി മുട്ടം യോഗം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം തേനി റോഡ് ആദ്യമേ ഇവര് മെൻഷൻ ചെയ്തത് കടവൂർ ബൈപ്പാസ് തൊട്ട് കടവൂർ ബൈപ്പാസ് തൊട്ട് തേനി വരെ നീളുന്ന നിലവിലുള്ള എക്സിസ്റ്റിംഗ് റോഡിനെ 16 മീറ്റർ വീതി കൂട്ടുന്ന ഒരു പ്രക്രിയയാണ് ആദ്യം അവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ തന്നെ അവിടെ ആദ്യമേ ഒരു പ്രതിഷേധം വന്നു. കടവൂർ ബൈപ്പാസ് തൊട്ടല്ല, കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷൻ തൊട്ട് തന്നെ തുടങ്ങണം. കാരണം ഒരു ദേശീയപാത വരുമ്പോൾ ആ ദേശീയപാതയ്ക്ക് ഒരു ഫലമുണ്ടാവും. നമ്മളെല്ലാവരും ഹൈസ്കൂൾ ജംഗ്ഷൻ തൊട്ട് അഞ്ചാലുമൂട് വരെ കണ്ടതാണ്. അവിടെ വീതി കുറഞ്ഞ വഴി, ഇപ്പോഴത്തെ വാഹനങ്ങളുടെ ബഹുബാഹുല്യം കൊണ്ട് നമുക്കൊന്ന് പോകാൻ പറ്റാത്ത രീതിയിൽ വീതി കുറഞ്ഞ വഴിയാണ്. ആദ്യമേ ആ കൊല്ലം തേനി ദേശീയപാത വൈഡനിങ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ഉദ്ദേശം. നമുക്കറിയാം, പണ്ട് തൊട്ടേ ഈ തേനി ദേശീയപാതയ്ക്ക് വൈഡനിങ് ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന് ചുറ്റുവട്ടത്തുള്ള സൈഡിലുള്ള വീടുകളായാലും കടകളായാലും എക്സ്റ്റൻഷൻ ചെയ്യാതിരിക്കുന്നു. അവർക്കറിയാം അത് എന്നായാലും വൈഡനിങ് ഉണ്ടാവും എന്ന്. അപ്പോൾ നമ്മുടെയും ആവശ്യം അതാണ്. നിലവിലുള്ള റോഡിനെ വീതി കൂട്ടി 16 മീറ്ററോ 24 മീറ്ററോ വീതി കൂട്ടി ആ ദേശീയപാതയെ സംരക്ഷിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ കാര്യം മുമ്പേ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആ ദേശീയപാതയുടെ ചുറ്റുവട്ടം ഉള്ളത് അതിസമ്പന്നരും രാഷ്ട്രീയത്തിൽ മികവുറ്റ ആൾക്കാരുമായതുകൊണ്ട് ആ ദേശീയപാതയെ വൈഡനിങ് ചെയ്യാതെ പാവപ്പെട്ട പട്ടികജാതിക്കാർ, മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഈ മുട്ടം കൊച്ചുപിലാമൂട് ഇതിലേക്കൂടെ ഒരു ബൈപ്പാസ് അലൈൻമെന്റ് കൊണ്ടുപോവുക എന്നുള്ള തീരുമാനം. അപ്പൊ നിങ്ങളൊന്ന് ഓർക്കുക, ബൈപ്പാസ് എന്നുള്ള ഒരു പേര് നമ്മൾ പണ്ടുതൊട്ടേ കേട്ടിട്ടുണ്ട്. എന്താണ്
കൂടുതലും ബ്ലോക്ക് വരുന്നവർക്കാണ് ബൈപ്പാസ് വെക്കുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ധമനിയിൽ അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ എവിടെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ ആ ബ്ലോക്കുകൾ കട്ട് ചെയ്ത് വേറൊരു വഴിയിലൂടെ സർജറി ചെയ്യുകയാണ് ബൈപ്പാസ്. അപ്പോൾ ബൈപ്പാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ബ്ലോക്കുകൾ നീക്കി, ബ്ലോക്ക് ഒഴിവാക്കി സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബൈപ്പാസ്. പക്ഷെ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ഹൈസ്കൂൾ ജംഗ്ഷൻ തൊട്ട് ഇല്ലെങ്കിൽ പെരുന്നാട് ROB തൊട്ട് ഭരണിക്കാവ് വരയ്ക്കും എന്താണ് ബ്ലോക്ക്? ഏതെങ്കിലും വലിയ ടൗണുകളിൽ ടച്ച് ചെയ്യുന്നുണ്ടോ? റിട്ടയർഡ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ MS അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. BJP കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് KS ദാസൻ, RSP നേതാവ് പങ്കജാക്ഷനാചാരി, CMB നേതാവ് ഏഴയിൽ സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കല്ലട ഭാസി നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.